എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറുകിയ ചാറോടുകൂടി മീൻകറി മുളകിട്ടതാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചൂരമീനാണ് കേട്ടോ. കഴുകി നല്ലതായിട്ട് വൃത്തിയാക്കിയ മീൻ ചട്ടിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കുടം വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും അത് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 4 കഷ്ണം പുളി ഒരു വെള്ളത്തിൽ കഴുകിയ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നതാണ്. അതൊരു 10 മിനിറ്റ് കുതിരാൻ വെക്കുക. പുളിയുടെ ക്രാണം അനുസരിച്ച് നിങ്ങൾക്ക് പുളി എടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലോട്ട് നമുക്ക് പൊടികൾ എടുത്ത് വെക്കാം. അതിനുവേണ്ടി 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ അധികം എടുക്കുമ്പോൾ കറിക്ക് കൊഴുപ്പും കിട്ടും, എരിവ് അധികം വരുത്തില്ല കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കുറവ് കായപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പൊടികളെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയമാകുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, ആ പൊടികൾ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ച് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. പൊടി നല്ലതായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ മാത്രമേ മീൻ കറിക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണേ. പൊടികൾ നല്ലതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ പുളി എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, പുളിയോട് കൂടി തന്നെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ട് തിളച്ച് വരണം. ഇത് നല്ലതായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചട്ടി തന്നെ കടുക് പൊട്ടിച്ച് ഈ മസാലയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് തിളച്ച് വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാമേ. പക്ഷേ ഞാൻ ഇത് വേറെ പാത്രത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് ചട്ടിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. മീനൊക്കെ ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് ആ തിളച്ച ആ ഗ്രേവി അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴുകി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കണം, അതാണ് വെള്ളത്തിൻ്റെ കണക്ക് കേട്ടോ. എന്നിട്ട് മീൻ പൊടിയാതെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുക. ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇവിടെ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇത് പൊടിയാതെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ചൂരമീനായതുകൊണ്ട് തന്നെ വേവുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് മീനും ഈ രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. മത്തിയൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. എല്ലാ മീനും ഈ രീതി വേവിച്ചെടുക്കാം. മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ 3-4 ദിവസം ഇത് കേടാവാതിരിക്കുകയും ചെയ്യും. പിന്നെ വെക്കുവാണെങ്കിൽ നാളെ ആകുമ്പോൾ നിങ്ങൾ ഇതിനൊന്ന് തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഓരോ ദിവസം ഇതൊന്ന് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇതിരിക്കും കേട്ടോ. അപ്പോൾ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനെ തുറന്നൊരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ മുകളിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വരും കറി കേട്ടോ. മീൻ വെന്ത് കഴിഞ്ഞ് പുളി കൂടുതലായിട്ട് തോന്നിക്കുവാണെങ്കിൽ മീൻ പുളി നിങ്ങളെടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ മീൻ കറി തയ്യാറാക്കി നോക്കുക.